ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശരസ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാപ്പിക്കുന്ന് ശിവക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ ഇതേ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതൊരു അത്ര തൃപ്തിയായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ വന്ന് നല്ലൊരു വീഡിയോ എടുക്കാം, കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ ഈ കാപ്പിക്കുന്ന് ശിവക്ഷേത്രത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലേക്കും അതിൻ്റെ ഐതിഹ്യങ്ങളിലേക്കും നമുക്ക് പോകാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വേലിയമ്പൻകോട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. കാപ്പിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഇതും ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള മനോഹരമായ ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, വേലിയമ്പൻകോട്ട തിറമഹോത്സവത്തിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാനെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും എന്തായാലും തരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ശരിക്കും നല്ല കാട്ടിലേക്ക് കയറുകയാണ്. ഈ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റാണ്. അപ്പം 2 വഴിയുണ്ട്, അതിലൊരു വഴിയാണ് ഈ ഫോറസ്റ്റിലേക്ക് കൂടി ഉള്ളത്. ഇതാണ് ഏറ്റവും മനോഹരമായ വഴി. ആനകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് 2 വഴിയായിട്ട് തിരിയുന്നുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ അതൊരു ഉന്നതിയിലേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വേലിയമ്പൻകോട്ട ശിവക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തുക. വഴിയൊക്കെ കുറച്ച് മോശമായിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്തൊക്കെ മോശമെന്ന് പറഞ്ഞാൽ ഇതിലേയുള്ളൊരു യാത്ര അതൊരിക്കലും നമുക്ക് എന്താണ് പറയുക, മടുപ്പ് നൽകില്ല. മൃഗങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഈ മനോഹരമായ പച്ചപ്പിനിടയിലൂടെ ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു സുഖം വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ നിർത്തിയൊന്നും ഫോട്ടോസോ വീഡിയോസോ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കാടാണ്, ആനയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഏരിയ കൂടിയാണ്. പിന്നെ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വരുന്നവരെന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ വഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഈ കാണുന്ന അടുത്തുനിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ഉന്നതിയൊക്കെ ഉണ്ട്. ഇത് ബസ് റൂട്ടാണ് കേട്ടോ. ഇതിലെ രാവിലെയും വൈകുന്നേരമൊക്കെ ബസ്സുണ്ട്. ഒരു കുട്ടി ബസ്സാണ്. നല്ല രസമായിരിക്കുമല്ലോ അതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളപ്പം ഇവിടെ നിന്ന് താഴേക്ക് ഫോറസ്റ്റ് അവസാനിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് മാത്രം. ഇതും അവിടെ ഒരു ഉള്ള ഉന്നതിയാണ്. അപ്പോൾ അതിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഇതിലൂടെയൊക്കെ ആ ബസ് പോകുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് പുൽപ്പള്ളിയിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ അങ്ങനെയും വരാം, അല്ലെങ്കിൽ ഇതുവഴി ബസ്സും ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ബസ് നിർത്തി തരും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വയലുണ്ട്, കുറച്ച് കവുങ്ങ് തോട്ടമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് എന്താണ് മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ പിന്നിട്ട് നമ്മളിതാ ഇപ്പം ക്ഷേത്രത്തിൻ്റെ ആ ഒരു കവാടത്തിനടുത്തെത്തി. മുമ്പ് ഇങ്ങനെ ഒരു കവാടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അധികാലമായിട്ടില്ലാക്കിയിട്ട്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പിന്നെ വനഭൂമി ആരംഭിക്കുകയാണ്. നല്ല തിക്ക് ഫോറസ്റ്റാണ്. അപ്പം നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനുപരി നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഈ ക്ഷേത്രത്തിന് ചുറ്റും അല്ലെങ്കിൽ ആ പരിസരങ്ങളിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് നല്ല ശക്തമായ രീതിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവേ ആനകളൊന്നും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് അങ്ങനെ വരുന്നില്ല. അല്ലെങ്കിൽ നമ്മളിത് ഈ പോകുന്ന വഴിയിലൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ആനകൾ ഉണ്ടാവാറുണ്ടെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ഫോറസ്റ്റ് ഭൂമിയാണ്, ക്ഷേത്രത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരിസരത്ത് വന്നാൽ ഈ ഒരു ക്ഷേത്ര പരിസരം വിട്ടിട്ട് അധികം ദൂരേക്കൊന്നും പോകരുത്. കാരണം എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടാവും, പറയാൻ പറ്റില്ല. പകലായാൽ പോലും പറയാൻ പറ്റില്ല. കാരണം ഇതൊരുപാട് ക്രൗഡഡ് ആയുള്ള ഒരു ഏരിയ അല്ല. അപ്പം ഇത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഈ ഒരു നന്ദികേശ്വരൻ്റെ ഈ ഒരു കുഞ്ഞു പ്രതിമ, മനോഹരമായ ഒരു പ്രതിമ സ്ഥാപിച്ചത്. അപ്പോൾ എന്തായാലും നന്ദികേശ്വരനെ വണങ്ങാൻ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പം അതും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് കടക്കാം. ഈ കാണുന്നതാണ് ക്ഷേത്രം. പണ്ട് ഈ രീതിയിലുള്ള വലിയ മുകളിലുള്ള റൂഫിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അടുത്ത കാലത്ത് വന്നതാണ്. കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര കുരങ്ങന്മാരെ ശല്യമാണ്. അപ്പോൾ അവന്മാർ കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കും. പിന്നെന്താണ്, അവന്മാരെ അങ്ങനെ ഓടിച്ചുവിടാനൊന്നും പറ്റില്ല. കാരണം അവരുടെ വീടാണല്ലോ കാട്, അതിനകത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പം ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള മനോഹരമായൊരു കൊച്ചു ശിവക്ഷേത്രമാണിത്. ഇത് സോപ്പ് സ്റ്റോൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ട് ഭയങ്കര മനോഹരമായ രീതിയിലാണ് ആ ഒരു കുഞ്ഞു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. ഇവിടെ മഹാദേവനുണ്ട്, ഗണപതിയുണ്ട്, ഭഗവതിയുണ്ട്, അതുപോലെ അയ്യപ്പനുണ്ട്, പിന്നെ നാഗത്തിൻ്റെയും പ്രതിഷ്ഠയുണ്ട്. എന്താ അറിയില്ല, ഇങ്ങനെ അവിടെ വന്ന് ഇരിക്കുമ്പം, കാരണം നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറി അങ്ങനെ ഒരു വലിയ ഒച്ചയോ ബഹളമോ ഒന്നുമില്ല. നമുക്ക് ശാന്തമായി എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റും. നമ്മളവിടെ നിന്ന് നമുക്ക് തിരിച്ച് പോകണം എന്നുള്ളൊരു
തോന്നലുണ്ടാവില്ല. എനിക്കെപ്പോൾ പോയാലും ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. കാലഘട്ടത്തിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ശ്രീകോവിൽ നിന്നും അതേ പഴമ തന്നെയാണ്. കാരണം അത് മാറ്റിപ്പണിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മാറ്റിപ്പണിതാൽ തന്നെ ആ ഒരു പൗരാണികതയുടെ ഒരു സൗന്ദര്യം ഒരിക്കലും നമുക്ക് പിന്നീട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു പഴമയോടെ നിലനിർത്തുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല മനോഹാരിത. ആ ഒരു ഭഗവാന്റെ ചൈതന്യമൊക്കെ ഇന്നും അവിടെ അതുപോലെ നിൽക്കുന്നത് ഈ ഒരു പഴമയുടെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ്. നമുക്കിങ്ങനെ ശ്രീകോവിൽ അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും പണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച്, അതൊരു ലോക്കിംഗ് ലിസ്റ്റാണ്. അത്ര മനോഹരമായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്തൊരു വർക്കാണത്. പിന്നെ അവിടുത്തെ പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് ഇങ്ങനെ ഈ ഗേറ്റോ ഇങ്ങനെ ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ കരടിയോ പുലിയോ ഒക്കെ വന്നിട്ട് ഈ ശ്രീകോവിലിൻ്റെ കല്ലുകൾ ഇങ്ങനെ മാന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാടുകളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ കയറുന്നതിൻ്റെ അവിടെ ആയതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ചുറ്റുപാടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ നമുക്ക് പൂച്ചകളൊക്കെ കാണുന്നില്ല, അവരുടെ നഖങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മാന്തിയ പാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. പൂജാരിയോട് പറഞ്ഞാൽ അദ്ദേഹം അത് കാണിച്ചു തരും. എന്തായാലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, പ്രകൃതിയിൽ ലയിച്ച് നിൽക്കുന്ന മനോഹരമായൊരു ക്ഷേത്രമാണ് കാപ്പിക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ഒരു മഴ സമയത്ത് പോകുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം മഴയൊക്കെ കിട്ടി, മരങ്ങളൊക്കെ നല്ല പച്ച കളറായിട്ട് അവിടുത്തെ പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന്, ഈ സമയത്ത് പോകാനാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. ചെറിയ മഴയും കൂടെ ഉണ്ടെങ്കിൽ അത്ര അടിപൊളിയാവും. അപ്പോൾ ഇതിൻ്റെ പുറകു സൈഡിലായിട്ടാണ് നാഗത്തറയുള്ളത്. അപ്പോൾ അവിടെയും പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊരു കൂവളമരം ഉണ്ട് കേട്ടോ. എല്ലാ ശിവക്ഷേത്രങ്ങളിലും കൂവളമരം പ്രധാനമാണല്ലോ. ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ളത് കൂവളാണല്ലോ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ സൈഡിലുള്ളതാണ് അയ്യപ്പൻ്റെ ആ ഒരു ക്ഷേത്രമുള്ളത്. എല്ലാവരും കൂടി ഇങ്ങനെ മനസമാധാനത്തോടെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ഭാഗ്യമുള്ളൊരു കാര്യമല്ലേ. നമ്മുടെ ഈ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞിട്ട് ആ ഒരു മനോഹരമായ സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര രസമാണ്. ഇതാട്ടോ അയ്യപ്പസ്വാമിയുടെ ആ ഒരു ശ്രീകോവിൽ വരുന്നത്. ഇത് ചരിത്രം കൃത്യമായിട്ട് ആർക്കും അറിയില്ല. വേട രാജാക്കന്മാരാണ് ഇതിൻ്റെ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു കേട്ടോ. പിന്നെ 1960 വരെ കാട് മൂടി കിടക്കുമായിരുന്നു, പൂജാകാര്യങ്ങളൊന്നുമില്ല. പിന്നെ 60-ലാണ് രണ്ടാമത് ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പൂജ തുടങ്ങിയത്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ശരിക്കും പഴക്കം എത്രയാണ് ഈ അമ്പലത്തിന്റെ? പഴക്കം 5000 വർഷമൊക്കെയാണ് പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിന് സ്വന്തമായി 1 സെന്റ് ഭൂമിയില്ല, എല്ലാം ഫോറസ്റ്റിലാണ്, വനഭൂമിയിലാണ്. പിന്നെ നിർമ്മിതി കണ്ടതാണല്ലോ. അതല്ല അതെ, അല്ല ക്ഷേത്രത്തിന്റെ ആ ഒരു രൂപം തന്നെ കണ്ടില്ലേ. അതെ, ശിവരാത്രി. പിന്നെ ഇതിനോടനുബന്ധിച്ച് ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു, ഉണ്ട്. അത് കരിങ്കല്ലിന്റെ ആയിരുന്നു. അല്ല, പിന്നെ അതാ നാമ നശിച്ചു പോയതുകൊണ്ട് പൊളിച്ചതാ. കല്ല് തന്നെ, നമ്മുടെ ജൈനക്ഷേത്രം മുതൽ വന്നിട്ടുണ്ടല്ലേ. ജനങ്ങളൊക്കെ കൂടുന്ന ശിവരാത്രിയുടെ അത്രയും വരില്ല.
നമ്മുടെ ഈ ക്ഷേത്രം ആ വനഭൂമിയിൽ നിന്ന് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാടിൻ്റെ നല്ലൊരു ദൃശ്യം കിട്ടും കേട്ടോ. അപ്പോൾ അവിടുന്ന് അന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. കടും പായസമാണ്, അടിപൊളിയാണ്. അല്ലെങ്കിൽ അമ്പലത്തിലെ പായസം നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് താഴെ വലിയമ്പങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ വന്നാൽ അവിടെയും കൂടെ ഒന്ന് പോകാനുള്ളൊരു പതിവാണ്. അപ്പോൾ നിത്യപൂജ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ ഇവിടെ. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ബൈ.